നോക്കാൻ പോകുന്നത് 173/2025 എന്നുള്ള ക്വസ്റ്റ്യൻ എന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇത് 2025 നടന്ന ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇതിൽ GK പോർഷനാണ് നോക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് എബൌട്ട് ദ മുണ്ട റിവോൾട്ട്? മുണ്ട റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിലേതാണെന്നാണ്. ആദ്യത്തെ ഓപ്ഷൻ, ദ മുണ്ട റിവോൾട്ട് ടുക്ക് പ്ലേസ് ഇൻ 1899 to 1900. ബിർസ മുണ്ട വാസ് ദ ലീഡർ ഓഫ് ദ മുണ്ട റിവോൾട്ട്. നോർത്ത് വെസ്റ്റ് ഇന്ത്യ വാസ് ദ സെൻറ്റർ ഓഫ് ദ മുണ്ട റിവോൾട്ട്. ഇതിലേതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ഓപ്ഷൻ എ ആണ് ശരി. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 1 and 2. 1ഉം 2ഉം സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇതിൽ ശരി. മുണ്ട റിവോൾട്ട് ടുക്ക് പ്ലേസ് ഇൻ 1899 to 1900. മുണ്ട റിവോൾട്ട് 1899 1900 കാലഘട്ടത്തിലാണ് നടന്നത്. മുണ്ട കലാപത്തിൻ്റെ ലീഡർ ബിർസ മുണ്ടയാണ്. മുണ്ട കലാപത്തിൻ്റെ ലീഡർ ബിർസ മുണ്ടയാണ്. എന്നാൽ നമ്മുടെ മുണ്ട കലാപം നടക്കുന്നത് ജാർഖണ്ഡ് അടങ്ങുന്ന ഛോട്ടാ നാഗ്പൂർ മേഖലയിലാണ്, അല്ലെങ്കിൽ കിഴക്കൻ ഇന്ത്യയിലാണ് മുണ്ട കലാപം നടക്കുന്നത്. അപ്പം ഇതിനകത്ത് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലാണ് മുണ്ട കലാപം നടന്നു എന്നാണ് കൊടുത്തിരുന്നത്. അത് തെറ്റാണ്. കിഴക്കൻ ഇന്ത്യയിലാണ് മുണ്ട കലാപം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഈസ് ഓർ ആർ കറക്റ്റ്ലി മാച്ച്ഡ്? ഇതിലേത് പെയറാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ 1857 വിപ്ലവം നടന്ന സ്ഥലങ്ങളും നടത്തിയ ലീഡേഴ്സിൻ്റെയും പട്ടികയാണുള്ളത്. ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായി ആണ്. കാൺപൂരിൽ ഷാമലാണ്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇതിലേതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിലേതൊക്കെയാണ് ശരി? ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായി ആണ് വിപ്ലവം നയിച്ചത്. എന്നാൽ കാൺപൂരിലാണെങ്കിലോ, കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും കൂടെയാണ് കാൺപൂരിൽ വിപ്ലവം നടത്തിയത്. ഷാമൽ എവിടെയാണ് വിപ്ലവം നടത്തിയതെന്ന് ചോദിച്ചാൽ ബറൗട്ട് പർഗാനയിലാണ് ഷാമൽ വിപ്ലവം നയിച്ചത്. ഫൈസാബാദിലാണെങ്കിൽ മൗലവി അഹമ്മദുള്ളയാണ് വിപ്ലവം നയിച്ചത്. അപ്പോൾ ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായിയും ഫൈസാബാദിലും മൗലവി അഹമ്മദുള്ളയുമാണ്. ഇത് രണ്ടുമാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1ഉം 3ഉമാണ്. ഓപ്ഷൻ എ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായി, കാൺപൂരിലെ നാനാ സാഹിബും താന്തിയ തോപ്പിയും, ബറൗട്ട് പർഗാനയിലെ ഷാമൽ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള എന്നിവരാണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് ഇവൻറ്റ്സ്: റൗണ്ട് ടേബിൾ കോൺഫറൻസ്, സ്വദേശാഭിമാനി മൂവ്മെൻറ്റ്, ഗദ്ദാർ മൂവ്മെൻറ്റ്. ദ കറക്റ്റ് ക്രോണോളജിക്കൽ സീക്വൻസ് ഓഫ് ദീസ് ഈവൻറ്റ്സ്. ഇതിൽ 3 ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. റൗണ്ട് ടേബിൾ കോൺഫറൻസ്, സ്വദേശാഭിമാനി മൂവ്മെൻറ്റ്, സ്വദേശി മൂവ്മെൻറ്റ്, ഗദ്ദാർ മൂവ്മെൻറ്റ്. ഇത് 3ഉം അടിസ്ഥാനമാക്കിയ ക്രോണോളജിക്കൽ സീക്വൻസിൽ ഇതിനെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നടന്നത് ഏതാണ്? ഇതിലാദ്യം നടന്നത് സ്വദേശി മൂവ്മെൻറ്റാണ്. സ്വദേശി മൂവ്മെൻറ്റിൻ്റെ വർഷം 1905. സ്വദേശി മൂവ്മെൻറ്റ് 1905. അടുത്തത് നടന്നത് ഗദ്ദാർ മൂവ്മെൻറ്റാണ്. ഗദ്ദാർ മൂവ്മെൻറ്റിൻ്റെ വർഷം 1913. ഗദ്ദാർ മൂവ്മെൻറ്റ് 1913. അടുത്തതാണ് വട്ടമേശ സമ്മേളനം നടക്കുന്നത്. റൗണ്ട് ടേബിൾ കോൺഫറൻസ് 3 എണ്ണമായിട്ടാണ് നടന്നത്. 1930, 31, 32 3 വർഷങ്ങളിലായിട്ടാണ് നടന്നത് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. അപ്പോൾ ആദ്യം സ്വദേശാഭിമാനി മൂവ്മെൻറ്റ് 1905, ഗദ്ദാർ മൂവ്മെൻറ്റ് 1913, റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1930, 32. 30 മുതൽ 32 വരെയാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത്, നെയിം ഓഫ് സം ഓഫ് ദ റിവേഴ്സ് ആർ ഗിവൺ ബിലോ, ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് കറക്റ്റ് ഓർഡർ ഫ്രം സൗത്ത് ടു നോർത്ത്. സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് റിവേഴ്സ്. ഇതിന് മഹാനദി, ഗോദാവരി, കാവേരി, ഇത് 3ഉമാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. ഇതിനനുസരിച്ച് ഏറ്റവും സൗത്ത് ഉള്ളത് ഏത്, നോർത്ത് ഉള്ളത് ഏത് എന്നുള്ളത്
ഓർഡറാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മഹാനദി, ഗോദാവരി, കാവേരി. ഇതിൽ ഏറ്റവും സൗത്ത് ഉള്ളത് കാവേരിയാണ്. ഏറ്റവും തെക്ക് ഭാഗത്തുള്ളത് കാവേരി. കാവേരിയുടെ കുറച്ചുകൂടെ വടക്കാണ് ഗോദാവരി വരുന്നത്. ഗോദാവരിയുടെയും വടക്കാണ് മഹാനദി വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ആദ്യത്തേത് കാവേരി. കാവേരി ഏറ്റവും തെക്ക്, അതിന് വടക്ക് വരുന്നത് ഗോദാവരി, അതിൻ്റെയും വടക്ക് വരുന്നത് മഹാനദി എന്നീ നദികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ്. ഇത് പ്ലാനിംഗ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് പ്ലാനിംഗ് കമ്മീഷൻ? പ്ലാനിംഗ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ പ്ലാനിംഗ് കമ്മീഷൻ വാൺസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1951. 1951 പ്ലാനിംഗ് കമ്മീഷൻ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ. രണ്ടാമത്തത്, ജവഹർലാൽ നെഹ്റു വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. മൂന്നാമത്തത്, ഇൻ 2015 ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് റീപ്ലേസ്ഡ് ബൈ ദി നീതി ആയോഗ്. ഇതിലേതൊക്കെയാണ് ശരിയെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിലേതൊക്കെയാണ് ശരി? ഓപ്ഷൻ ഡി ആണ് ശരി. ഓൺലി 2 and 3. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത് ഏത് വർഷമാണ്? പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത് 1950 മാർച്ച് 15-നാണ്. 1950 മാർച്ച് 15-നാണ് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത്. നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. പ്രധാനമന്ത്രിയായിരിക്കും പ്ലാനിംഗ് കമ്മീഷൻ്റെ എപ്പോഴത്തെയും ചെയർമാൻ. അപ്പോൾ 1950 മാർച്ച് 15-ന് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്ന സമയത്തെ ചെയർമാൻ എന്നുവെച്ചാൽ പ്രധാനമന്ത്രി ആരായിരുന്നു? അത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അടുത്തത് ജവഹർലാൽ നെഹ്റു ആണ്. ഇൻ 2015 ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് റീപ്ലേസ്ഡ് ബൈ ദി നീതി ആയോഗ്. 2015 തന്നെയാണ് പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗ് എന്നുള്ള പേരിലേക്ക് മാറിയത്. ഓക്കെ, അപ്പോൾ അതിൽ ഓപ്ഷൻ ഡി ആണ് ശരി. 1ഉം 3ഉമായിരുന്നു ശരി. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Among the pairs given below, which is or are correct? താഴെ തന്നിരിക്കുന്ന പേയേഴ്സിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ്. ചമ്പാരൻ, രാജ്കുമാർ ശുക്ല. രണ്ടാമത്തത്, ജാലിയൻ വാലാബാഗ് മസാക്രെ, ഹണ്ടർ കമ്മീഷൻ. സിംല കോൺഫറൻസ്, ലോർഡ് മൗണ്ട് ബാറ്റൻ. ഇതിലേതൊക്കെയാണ് ശരിയായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹവുമായിട്ട് രാജ്കുമാർ ശുക്ലയ്ക്ക് ബന്ധമുണ്ടോ എന്നുള്ളതാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് ഗാന്ധിജിയെ ക്ഷണിച്ചത് രാജ്കുമാർ ശുക്ലയാണ്. അപ്പോൾ ചമ്പാരനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം തന്നെയാണ് രാജ്കുമാർ ശുക്ല. അടുത്തത്, ജാലിയൻ വാലാബാഗ് മസാക്രെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കാൻ കൊണ്ടുവന്ന ഒരു കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത്. ജാലിയൻ വാലാബാഗുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ അന്വേഷിക്കാനായിട്ട് വന്ന കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. അപ്പോൾ അതും ശരിയാണ്. എന്നാൽ 1945 സിംല കോൺഫറൻസ് നടക്കുന്ന സമയത്തെ വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അത് ലോർഡ് വേവലാണ്. വേവൽ പ്രഭുവാണ് 1945 സിംല കോൺഫറൻസ് നടക്കുമ്പോഴുള്ള വൈസ്രോയി. അപ്പോൾ മൂന്നാമത്തത് മാത്രമാണ് തെറ്റ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 2ഉം ശരി. ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരുന്നത്. ചമ്പാരൻ സത്യാഗ്രഹം രാജ്കുമാർ ശുക്ല, ജാലിയൻ വാലാബാഗ് മസാക്രയുമായിട്ട് ബന്ധപ്പെട്ടത് ഹണ്ടർ കമ്മീഷനാണ്. എന്നാൽ സിംല കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വൈസ്രോയി 1945 സിംല കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അത് ലോർഡ് വേവലാണ്. ലോർഡ് വേവൽ പ്രഭുവാണ്. അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യനാണ്. അത് കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്? ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് ആൻസർ ഏതാണെന്ന്. ആദ്യത്തെ ഓപ്ഷൻ, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഹാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1959. ദാദാ സാഹിബ്. അടുത്ത ഓപ്ഷൻ, ദേവിക റാണി വാസ് ദ ഫസ്റ്റ് റെസിപ്പിയൻ്റ് ഓഫ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. മൂന്നാമത്തെ ഓപ്ഷൻ, മലയാളം ഫിലിം സ്റ്റാർ മോഹൻലാൽ ഹാസ് വോൺ ദാദാ സാഹിബ് അവാർഡ് ഓഫ് 2023. ഇതിലേതാണ് ശരി ഉത്തരം ആയിട്ട് വരുന്നത്? ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരി. 2ഉം 3ഉമാണ് ശരി. ഒന്നാമത്തത് തെറ്റാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്തു തുടങ്ങിയത് 1969 മുതലാണ്. 1969 മുതലാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഹാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1959.
എന്നുള്ളത് തെറ്റാണ്. 1969 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്തു തുടങ്ങിയത്. അടുത്തത് ആദ്യത്തെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മേടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ദേവിക റാണി തന്നെയാണ്. ദേവിക റാണിയാണ്. 1969 ആദ്യമായിട്ട് ദേവിക റാണി ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടുന്നത്. അടുത്തത് മലയാളം ഫിലിം സ്റ്റാർ മോഹൻലാൽ ഹാസ് വോൺ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഓഫ് 2023. അതും ശരിയാണ്. 2023 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വിന്നർ ആരായിരുന്നു ചോദിച്ചാൽ അത് മോഹൻലാലാണ്. അടുത്ത ക്വസ്റ്റ്യൻ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ ഇവൻറ്റ്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ഇവൻറ്റ്സിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ്: ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, പാലിയം സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം. ഇതിലെ മൂന്നിനെയും ക്രോണോളജിക്കൽ ഓർഡർ വഴി കറക്റ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേതാണ് ആദ്യം നടന്നത്? ആദ്യം നടന്നത് വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വർഷം 1924. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. അടുത്തത് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് ഏത് വർഷമാണ്? 1936. 1936 ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ നടക്കുന്നത്. അടുത്തത് പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം നടക്കുന്നത് 1947. 1947 പാലിയം സത്യാഗ്രഹം നടക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 3, 1, 2. വൈക്കം സത്യാഗ്രഹം 1924, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ 1936, പാലിയം സത്യാഗ്രഹം 1947. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്: ശ്രീനാരായണ ഗുരു കോൺസെക്രേറ്റഡ് എ ലാംപ് ഇൻ ദ കാരമുക്ക് എന്നാണ് ഉദ്ദേശിച്ചത്. കാരമുക്ക് ടെമ്പിൾ ഇൻ തൃശ്ശൂർ. അടുത്ത ഓപ്ഷൻ: അറ്റ് മുരുക്കുംപുഴ ഗുരു കോൺസെക്രേറ്റഡ് എ ശിവ ഐഡൽ. മൂന്നാമത്തെ ഓപ്ഷൻ: ദ കളവൻകോട് ടെമ്പിൾ ഗുരു കോൺസെക്രേറ്റഡ് എ മിറർ. ഇതിലേതാണ് ശരിയെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് ശരി. 1ഉം 3ഉമാണ് ശരി. 2 തെറ്റാണ്. 1ഉം 3ഉമാണ് ശരി. അടുത്ത ഓപ്ഷൻ: ശ്രീനാരായണ ഗുരു കോൺസെക്രേറ്റഡ് എ ലാംപ് ഇൻ ദി കാരമുക്ക് ടെമ്പിൾ ഇൻ തൃശ്ശൂർ. തൃശ്ശൂരിലെ കാരമുക്ക് ഇതിലാണ് വിളക്ക് പ്രതിഷ്ഠ നടത്തിയത്. അടുത്തത് 2ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അറ്റ് മുരുക്കുംപുഴ ഗുരു കോൺസെക്രേറ്റഡ് എ ശിവ ഐഡൽ. ശിവപ്രതിഷ്ഠയല്ല, ശിവയുടെ വിഗ്രഹമായിരുന്നില്ല മുരുക്കുംപുഴ സ്ഥാപിച്ചത്, അതൊരു ശിലയായിരുന്നു സ്ഥാപിച്ചത്. അടുത്ത ഓപ്ഷൻ അറ്റ് കളവൻകോട് ടെമ്പിൾ ഗുരു കോൺസെക്രേറ്റഡ് എ മിറർ. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോട് തന്നെയാണ്. ഓക്കെ, അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എമംഗ് ദ പെയേഴ്സ് ഗിവൺ ബിലോ വിച്ച് ആർ കറക്റ്റ്ലി മാച്ച്ഡ്. താഴെ തന്നിരിക്കുന്ന ഏതാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നതെന്നാണ്. വൈക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, വൈകുണ്ഠസ്വാമികൾ അരുൾനൂൽ, സഹോദരൻ അയ്യപ്പൻ സുജന നന്ദിനി. ഇതിലേതൊക്കെയാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉമാണ് ശരി. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. എന്നാൽ അരുൾനൂല് എന്നത് നമ്മുടെ വൈകുണ്ഠസ്വാമികളുടെ ഒരു പ്രധാനപ്പെട്ട കൃതിയായിരുന്നു. സുജന നന്ദിനി സഹോദരൻ അയ്യപ്പൻ്റെ പത്രമല്ല. സുജന നന്ദിനി എന്നുള്ള പത്രം പരവൂർ കേശവൻ ആശാൻ്റേതാണ്. പരവൂർ കേശവൻ ആശാൻ്റേതാണ് സുജന നന്ദിനി എന്നുള്ള പത്രം. സുജന നന്ദിനി എന്നുള്ള പത്രം പരവൂർ കേശവനാശാൻ്റേതാണ്. അപ്പോൾ 10 GK ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു.